ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് സ്പാഗറ്റി. ഇത് മൈദയല്ല, പ്രത്യേകതരം ഗോതമ്പ് മാവും റവയും ചേർത്തുണ്ടാക്കിയതാണ്. ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് കാണാനായിട്ട് ഒരാൾ വന്നിരിക്കുകയാണ്. എന്തെന്ന് ചോദിച്ചില്ലെങ്കിൽ വലിയ വിഷമാവും. ഇതിൽ നിറയെ പച്ചക്കറി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉച്ചയൂണിന് പകരമായിട്ട് ഇത് കഴിക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും കഴിക്കുന്നവരുണ്ട്. ഏത് സമയത്ത് കഴിക്കാനും ഇത് വളരെ നല്ലതാണ്. അതുപോലെ പച്ചക്കറിയൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കൗമാരക്കാരായിട്ടുള്ള കുട്ടികളുണ്ടാകുമല്ലോ, കോളേജ് ഗോയിങ് സ്റ്റുഡൻസൊക്കെ. അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കി അവരറിയാതെ തന്നെ ഈ പച്ചക്കറിയൊക്കെ കഴിക്കും. സാധാരണ നമ്മുടെ വീടുകളിൽ വാങ്ങുന്ന പച്ചക്കറികൾ ധാരാളം മതിയാവും. ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കവും സവാളയും ഒക്കെ എല്ലാ വീടുകളിലും ഉണ്ടാകും. അതുപോലെ സ്പാഗറ്റി അതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടുന്നതാണ്. വളരെ കുറച്ച് മസാല ചേർത്തുണ്ടാക്കുന്നത് കൊണ്ട് വയറ്റിനും ഒരു കുഴപ്പവുമില്ല, പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റ് ആവുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഏത് പ്രായക്കാർക്കും ഇത് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ പച്ചക്കറിയെല്ലാം ഞാനിത് അരിഞ്ഞു വെച്ചു. ഇനി സ്പഗറ്റി വേവിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. ഇത് ഈ പച്ചക്കറി അരിയാനുള്ള സമയം മാത്രമാണ് കുറച്ച് കൂടുതലായിട്ടുള്ളത്. ഓരോ ബ്രാൻഡ് സ്പഗറ്റിയുടെയും കുക്കിംഗ് ടൈം ഡിഫറെൻ്റ് ആണ്. അതിനാൽ ഇത് വേകാനായിട്ട് കുറച്ച് കൂടുതൽ വെള്ളം വയ്ക്കണം. അതിൽ 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ എണ്ണയും ഒഴിച്ചൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. തിളച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള സ്പഗറ്റി ഇടാം. ഇത് വേകാനായിട്ട് 9-10 മിനിറ്റ് എടുക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇപ്പോൾ 9 മിനിറ്റ് കഴിഞ്ഞു. ഞാനിത് ചെക്ക് ചെയ്യുകയാണ് വെന്തോ ഇല്ലേ എന്ന്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് എത്രത്തോളം വെന്തിട്ടുണ്ടെന്ന്. ഒന്ന് ചവച്ച് നോക്കാം. ഇതിൽ കൂടുതൽ റവ തരിതരിയായിട്ടിരിക്കുന്നതുകൊണ്ട് ആണ് ഇത്രയും സമയം എടുത്തത്. ഇനി ഈ സ്പാഗറ്റിയെ നമുക്ക് അരിച്ച് മാറ്റാം ഒരു അരിപ്പയിലൂടെ. കറക്റ്റിന് വെന്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഇത് ഒട്ടിപ്പിടിക്കുകയില്ല. നമ്മൾ എണ്ണയൊക്കെ ചേർത്തതായതുകൊണ്ട് ഒട്ടും ഒട്ടിപ്പിടിക്കുമെന്ന് പേടിക്കേണ്ട. ഒന്നൊന്നായിട്ട് തന്നെ ഇരിക്കും. ഇത് തണുത്താലും പാസ്തയെക്കാളും കുറേ കൂടി നല്ലതുമാണ്, ടേസ്റ്റുമാണ് ഈ സ്പാഗറ്റി. ഇനി എല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാക്കാവുന്നതാണ്. നമുക്കതിനായിട്ട് കുറച്ച് വലിയ ഒരു പാൻ തന്നെ വയ്ക്കാം. വലിയ പാനാകുമ്പോൾ ടോസ്റ്റ് ചെയ്യാൻ നല്ല എളുപ്പമാണ്. ഞാനൊരു വലിയ പാനാണ് യൂസ് ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചത്. ബട്ടർ ചേർക്കാം, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ചേർക്കാം. ഇതിൽ 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ് വെളുത്തുള്ളി ചേർത്തൊന്ന് വഴറ്റിയ ശേഷം 1 സവാള സ്ലൈസ് ചെയ്തതിട്ടൊന്ന് 1 മിനിറ്റ് ഒന്ന് വഴറ്റാം. അതിനുശേഷം ഈ പച്ചക്കറികൾ ചേർക്കാം. കുറച്ച് കൂടുതൽ വേഗമുള്ള പച്ചക്കറികൾ ആദ്യം ചേർക്കാം. 1 മിനിറ്റ് തന്നെ വഴറ്റിയാൽ മതി. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം, അത്രയേ ഉള്ളൂ. ലാസ്റ്റിലായിട്ട് ക്യാബേജ് ചേർക്കാം. മഷ്റൂമൊക്കെ ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിടാം. ചിക്കൻ ചെറുതായി അരിഞ്ഞൊന്ന് വേവിച്ച് ഇതിൽ ചേർത്താലൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഇതിലിനി ഒരല്പം ചില്ലി ഫ്ലേക്സ് ചേർക്കാം. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ ഇറ്റാലിയൻ സീസണിങ്ങും ചേർത്തിട്ടുണ്ട്. സോയ സോസ് 1 ടീസ്പൂൺ. ഇത് ഡാർക്ക് സോയ സോസാണ്. ലൈറ്റ് സോയ സോസ് ആയാലും കുഴപ്പമില്ല. ഇനിയുള്ളത് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ ചില്ലി സോസാണിത്. ഇത് 2 ടേബിൾ സ്പൂൺ ചേർക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. കുട്ടികളൊക്കെ ഒത്തിരി എരിവായാൽ കഴിക്കുകയില്ലല്ലോ, അതുകൊണ്ടാണ് കുറച്ച് ചേർത്തത്. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർക്കാം. ഇതെല്ലാം നല്ല ഹൈ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ പച്ചക്കറിയൊക്കെ നല്ല ക്രഞ്ചി ആയിട്ടിരിക്കുകയുള്ളൂ. 1 ടീസ്പൂൺ വിനാഗിരിയും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ നമ്മൾ സ്പെഗറ്റി വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അതിൽ നിന്ന് 1 തവി വെള്ളം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേവിച്ച് വെച്ച സ്പെഗറ്റി ചേർക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലോ ബ്രഞ്ച് ആണെങ്കിലോ ലഞ്ചാണെങ്കിലോ ഡിന്നറാണെങ്കിലോ എന്ത് വേണോ ആകാം. ഇത്ര എളുപ്പമായിട്ടുള്ള സാധനത്തിന് നമ്മൾ വലിയ മാളുകളിൽ പോയി എത്ര രൂപയാണ് ഇതിന് വില കൊടുത്ത് വാങ്ങുന്നത്. കുട്ടികളായാലും അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ മക്കളെയൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ വിളിച്ച് കാണിച്ചു കൊടുത്താൽ അടുത്ത പ്രാവശ്യം അവർ തന്നെ ഇത് ഉണ്ടാക്കി കഴിച്ചോളും. മോളുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഒക്കെ പോയി കഴിക്കുമ്പോൾ ഇതിൻ്റെ വില എത്രയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ.
പിന്നെ തികച്ചും അജിനോമോട്ടയും മറ്റ് അൺഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചേർത്താണ് അവർ കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത്. വീട്ടിലാകുമ്പോൾ നമുക്കൊന്നും തന്നെ പേടിക്കാനില്ല. എന്ത് എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. ഈ സോസുകളൊക്കെ തന്നെ വാങ്ങി വീട്ടിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരു വർഷത്തോളമൊക്കെ ഇത് നന്നായിട്ടിരിക്കും, ഒരു കുഴപ്പവും കാണുകയില്ല. അതുകൊണ്ട് അങ്ങനെയും നമുക്ക് പേടിക്കേണ്ട, ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് ഇതെന്ത് ചെയ്യും എന്നുള്ളത്. ഒരു വർഷത്തോളം ഇത് ഉപയോഗിക്കാൻ പറ്റും. അതിൽ എക്സ്പയറി നോക്കി വാങ്ങിയാൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കുട്ടികളൊക്കെ കോളേജ് ഗോയിങ് സ്റ്റുഡൻസൊക്കെ ഉണ്ടെങ്കിൽ അവർ തന്നെ ഉണ്ടാക്കി കഴിക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.